യെസ്, നിങ്ങളല്ലേ പ്രേക്ഷകർ, ഞാനാണോ പറയേണ്ടത്? നിങ്ങളല്ലേ കണ്ടത്? നിങ്ങൾ ഈ ക്യാമറകൾ അങ്ങോട്ട് തിരിച്ചു വെച്ച് പറയൂ. എപ്പോഴും പ്രേക്ഷകരൊപ്പം കാണും. ഇവർക്ക് വേണ്ടിയില്ലേ ഉണ്ടാക്കുന്നത്. ഇവര് രതീഷ്, എല്ലാവരും പറയാറിയും രേഖയാണ് ഈ ഫിലിമിലെ ഹീറോയിനായിട്ട് അഭിനയിച്ച്. ഇവര് കഴിഞ്ഞ 4 വർഷമായി അമേരിക്കൻ മലയാളികളാണ് ഇവരെല്ലാവരും. അപ്പൊ ഇപ്പൊ റിവ്യൂസിലെല്ലാം പറയുന്ന പോലെ ഇത്രയും ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇവിടെ ഉണ്ടായി. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം ഇത് സെക്കൻഡ് ഡേ ആണ്. ഇപ്പൊ മലയാള സിനിമയുടെ ഒരു ഭയങ്കര ഒരു പുതിയ ട്രെൻഡ് കാണുന്നത് ആദ്യത്തെ 2-3 ദിവസം കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരണം എന്നാലേ തിയേറ്ററിൽ ആളുള്ളൂ എന്ന അവസ്ഥയാണ്. അതിനൊക്കെ വലിയൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു വലിയ ഭാഗം, ഒരു മെജോറിറ്റി ഓഫ് ദ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തിയേറ്ററിൽ ആളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നു, വേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ അപകടകരമായ, ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. സോ അതിനുള്ള സാമ്പത്തിക ഭദ്രത ഈ കുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇത്തരം സിനിമകൾക്ക് ഇവിടെ സ്പേസ് ഇല്ലാതെയോ. മലയാള സിനിമ പ്രത്യേകിച്ചും വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു തന്നെ എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ വർഷം ഒരുപാട് വലിയ ഹിറ്റുകൾ ഉണ്ടായി, പക്ഷെ ഹിറ്റുകളാവാത്ത 100-200ഓളം സിനിമകൾ ഒഴിവിരിക്കുന്നു. OTT എന്ന് പറയുന്ന സാധനം തന്നെ ഓൾമോസ്റ്റ് ഇല്ലാതായിരിക്കുന്നു. വളരെ ഭീഷണമായ ഒരു കാലഘട്ടത്തിൽ ഇവര് കുറെ ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം, ഇവരെല്ലാം വേറെ ജോലിയുള്ള ആൾക്കാരാണ്, അമേരിക്കയിൽ ജോലിയുള്ള ആൾക്കാരാണ്. മലയാളം സിനിമ എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോ അത് നമ്മുടെ എല്ലാം സപ്പോർട്ട് അവർക്ക് വേണം. മോർ ദാൻ ദാറ്റ് നമുക്കൊരു അവരുടെ ഈ വർക്കിനൊരു വിൻഡിക്കേഷൻ ആണ് വേണ്ടത്. അതായത് ഒരു ഇത്രയും അധ്വാനിച്ചാൽ ഹാർഡ് വർക്ക് ഈസ് ഈക്വലന്റ് ടു സക്സസ് എന്നുള്ളത് ശരിയാണോ എന്ന് തന്നെ നമുക്ക് ഇപ്പം സംശയം തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അത്രമാത്രം ഇവര് അധ്വാനിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. പേഴ്സണലി എനിക്കറിയാം, ഈ പറയുന്ന 8 മണിക്കൂർ 9 മണിക്കൂർ ജോലിയുള്ള ആളുകൾ ആ ജോലിയും കഴിഞ്ഞ് വന്ന് ബാക്കി 10 മണിക്കൂർ ഷൂട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. വലിയ സന്തോഷമുള്ളത് ഇതിന്റെ റിവ്യൂസ് എല്ലാം തന്നെ പോസിറ്റീവാണ് എന്നുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഫുഡ് ഫോൾസ് നമുക്കിനി വരട്ടെ. ഇങ്ങനെ കുറച്ച് 2-3 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ പരീക്ഷണ ചിത്രമായിട്ട് തന്നെ വന്നൊരു സിനിമയായിരുന്നു 21 Grams എന്ന സിനിമ. ആ സിനിമ എല്ലാവരും ഏറ്റെടുത്തു. സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഒക്കെ ആയപ്പോഴേക്കും അത് തിയേറ്ററുകൾ നിറഞ്ഞു തുടങ്ങി. ആ ഒരു കാര്യം ഇതിന് ഇന്നും വന്നിട്ടില്ല. പിന്നെ ഓഫ്കോഴ്സ് ഇതൊരു ഈ പറയുന്ന ഇതുവരെ ഒരു പൂർവ്വ മാതൃകയില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ഇതിന് മുന്നേ ഇല്ലാത്ത തരം ഒരു സിനിമയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എഡിറ്റ് പാറ്റേൺ ഒന്നും നമ്മൾ മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു കണക്ഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ കണ്ടവരെല്ലാം തന്നെ പറയുന്ന ബോറടിക്കാതെ, ഒരു നിമിഷം പോലും ബോറടിക്കാതെ കണ്ടിരുന്ന സിനിമ എന്ന് തന്നെയാണ്. സോ വരുംവരായികൾ അറിയില്ല, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നേ പറയാൻ പറ്റൂ. ഇത് എന്നെക്കാൾ ഉപരി ഈ ഒരു ഗ്രൂപ്പിന്റെ, രേഖയുടെയും രതീഷിന്റെയും ശ്യാമിന്റെയും ഇങ്ങനെ ഒരുപാട് പേര്, സൗമ്യ, ഒരുപാട് പേരുണ്ട് ഇതിൽ പറയാൻ. അവരുടെയൊക്കെ ഒരു വലിയ അധ്വാനത്തിന്റെ ഫലമാണ്. അതിന് റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നത് ഈ മീഡിയ ആണ്, വലിയ സപ്പോർട്ടായിട്ട് നിന്നത്. കാരണം ഇവിടെ വന്ന് ഇവര് പലരെയും സമീപിച്ചു, വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സമീപിച്ചു, കിട്ടിയില്ല. ഇവരുടെ ട്രെയിലർ ഒന്നും ഇടാൻ വേണ്ടി ഇവിടുത്തെ പല വലിയ പേരുകാരോടും ചോദിച്ചു, ഇവരൊന്നും ഇട്ടില്ല. നിങ്ങൾ മാത്രമാണ് കൂടെ നിന്നത്. സോ താങ്ക് യു ഫോർ ദ മീഡിയ. താങ്ക് യു. In the bottom of our hearts, thank you, media. Thank you.